GT Holidays, South India's #1 travel brand. Govi, a vernacular edutech brand, skilling everyone, everywhere. ഓക്കെ ജിത്തു, വെൽക്കം ടു ഗലാട്ട പ്ലസ്. താങ്ക് യു. ഞാൻ രോമാഞ്ചം ആദ്യം കണ്ടപ്പം അതിൽ ഓപ്പണിങ്ങിൽ ഒരു സമർപ്പണം എന്നിട്ടൊരു സംഭവം ഉണ്ടായിരുന്നു. അത് ഭയങ്കര രസകരമായിട്ടൊരു അത് വായിക്കാം. രോമാഞ്ചത്തിലെ കഥയും കഥാപാത്രങ്ങളും സാങ്കല്പികമല്ല, നിർഭാഗ്യവശാൽ ഇതിൽ പരാമർശിക്കുന്ന നാറികൾ മിക്കവരും എൻ്റെ സുഹൃത്തുക്കളാണ്. ഈ ആവേശം അതിൻ്റെ തുടക്കത്തിൽ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായത്? ഞാനത് മിസ്സാക്കി പോയി. അത് ശരി. ഈ ഫഹദിൻ്റെ ക്യാരക്ടർ, ഈ രംഗ എന്ന് പറയുന്നത് ഒരു ഈ രോമാഞ്ചത്തിലെ ചെമ്പൻ വിനോദിൻ്റെ ക്യാരക്ടറിൻ്റെ ഒരു എക്സ്റ്റൻഷൻ ആയിട്ട് ആദ്യം അങ്ങനെയായിരുന്നു പ്ലാൻ ചെയ്തത്? ഇല്ല, അങ്ങനെയല്ല. അതായത് രോമാഞ്ചത്തിലെ ചെമ്പൻ ചേട്ടൻ്റെ ക്യാരക്ടർ, അതായത് ആ ഒരു ഇൻസിഡൻറ്റ്, ഏകദേശം ആ ഒരു ഇൻസിഡൻറ്റ് ഒരാൾക്ക് ശരിക്കും സംഭവിച്ചായിരുന്നു. അപ്പോൾ അതൊരു സാധാരണ ആളായിരുന്നു. അപ്പോൾ അയാൾക്ക് ഈ ഇൻസിഡൻറ്റ് സംഭവിക്കുന്നേക്കാൾ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും ഇങ്ങനത്തെ ഒരു കുറച്ചൊരു ഗ്യാങ്സ്റ്റർ സ്വഭാവമുള്ള ഒരാൾക്ക് അത് സംഭവിച്ചത്. അതിൽ രോമാഞ്ചത്തിലെ ഹ്യൂമർ കുറച്ചുകൂടെ എലിവേറ്റ് ആവും. സോ അതിന് വേണ്ടിയിട്ടാണ് ചെമ്പൻ ചേട്ടൻ്റെ ക്യാരക്ടറിന് അങ്ങനെ ഒരു അറ്റയർ നമ്മൾ കൊടുത്തത്. അപ്പം അതെന്ന് പറഞ്ഞാൽ ആക്ച്വലി ഒരു പർട്ടിക്കുലർ ഒരാളുടെ അറ്റയർ അല്ല. അതായത് ഈ പറഞ്ഞ ബാംഗ്ലൂരുള്ള ഇപ്പോൾ കുറച്ച് രാഷ്ട്രീയം, കുറച്ച് റിയൽ എസ്റ്റേറ്റ് അല്ലെങ്കിൽ എന്നൊക്കെ പറഞ്ഞ് വരുന്ന എല്ലാവരും അങ്ങനത്തെ ഒരു ടൈപ്പ് വെള്ളയും കുറച്ച് ഗോൾഡൊക്കെ ഇട്ട് നടക്കുന്ന പോലെയാണ്. അങ്ങനെ ഒരുപാട് പേരെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണ് ആ ലുക്ക് ചെമ്പൻ ചേട്ടന് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ചെമ്പൻ ചേട്ടന് ഉറപ്പായിട്ടും കൊടുക്കുന്ന ബ്രീഫ് എന്ന് പറഞ്ഞാൽ ഈ പിള്ളേർക്ക് പല കാര്യങ്ങളിലും സഹായിക്കുന്ന ഒരു ഗ്യാങ്സ്റ്റർ എന്നുള്ളൊരു ഒരു ബ്രീഫാണ് കൊടുത്തത്. ഒരിക്കലും അത് രംഗയല്ല, രംഗ വേറെ തന്നെ ഒരു ക്യാരക്ടറാണ്. എനിക്ക് കാണുമ്പോൾ ഈ കോസ്റ്റ്യൂമിൻ്റെ കാര്യം പറയുമ്പോൾ തന്നെ മറ്റേ ചട്ടമ്പിനാട്ടിലെ മമ്മൂക്കയുടെ ഇത്, പിന്നെ രാജമാണിക്ക് ഓഫ് കോഴ്സ് അതും പലർക്കും തോന്നിയിട്ടുണ്ട്. അതൊക്കെ ഒരു ഇൻഫ്ലുവൻസ് ആയിട്ട് വന്നിട്ടുണ്ടോ? അല്ലെങ്കിൽ കാരണം അതിൻ്റെ ഒരു കണ്ടംപററി വേരിയേഷൻ ഇല്ല, അങ്ങനെ വേറെ ഒന്നും മനസ്സിലൊരു റെഫറൻസ് ആയിട്ട് ഉണ്ടായിരുന്നില്ല. എല്ലാം അത് പുതിയതായിട്ട് തന്നെയാണ്. അതിൻ്റെ ചട്ടമ്പിനാട്ടിലെ സിമിലാരിറ്റി ഇതാണ്, കർണാടകയിലുള്ള ഒരു സ്റ്റൈലാണിത്. അപ്പം ഈ വൈറ്റ് ആൻഡ് വൈറ്റ് എന്ന് പറയുന്നത് ഭയങ്കരമായിട്ട് കണക്ട് ആവും. അതെ, അത് അങ്ങനെ വന്നൊരു കണക്ഷനാണ്. ഈ രോമാഞ്ചത്ത് തുടങ്ങുന്ന സമയത്ത് ഒരുപാട് പുതുമുഖങ്ങളുണ്ടല്ലോ. എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ആക്ടേഴ്സുണ്ട്, പുതുമുഖങ്ങളുണ്ട്. ആവേശത്തിലും അതുപോലെയുണ്ട്. ജിത്തുവിൻ്റെ ഒരു പേഴ്സണാലിറ്റി വെച്ച് നോക്കുമ്പോൾ അത് ഇത്രയും കാസ്റ്റ് മെമ്പേഴ്സിനെ മാനേജ് ചെയ്യാൻ, പിന്നെ ഇതൊരു കമ്മ്യൂണിക്കേഷൻ ഒരു ഇതുണ്ടല്ലോ, പ്രോപ്പർലി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, പിന്നെ പീപ്പിൾ മാനേജ്മെൻറ്റ്, അതൊരു വലിയൊരു സ്കില്ലാണല്ലോ ഇതിൻ്റെ. അത് തുടക്കത്തിൽ അത് ജിത്തുവിന് ഉണ്ടായിരുന്നോ, അല്ലെങ്കിൽ ഇപ്പോൾ ആവേശത്തിലോട്ട് വരുമ്പോൾ കുറച്ചും കൂടി ഈസിയർ ആയോ? അതെങ്ങനെ ഉണ്ടായി എന്നറിയില്ല. ഇപ്പം രോമാഞ്ചത്തിലെ കാര്യം പറയുന്നത്, രോമാഞ്ചത്തിൽ എനിക്ക് കുറച്ച് പേര് ആയിരുന്നു ത്രൂ ഔട്ട് ഫിലിമിലുണ്ടായിരുന്നത്. അപ്പോൾ അതെനിക്ക് എന്താ പറയുക, ആ സിനിമയ്ക്ക് അത് ഭയങ്കര കറക്റ്റായിരുന്നു. അപ്പോൾ ഞാൻ ഓരോ സിനിമയും ഓരോ രീതിയിൽ അപ്രോച്ച് ചെയ്യാനാണ് ഇഷ്ടപ്പെടുന്നത്. ആ സിനിമ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞില്ല, അവർക്കുള്ളിൽ നിന്നുകൊണ്ട് ഞാൻ പൂർണ്ണമായിട്ടും അവർക്കുള്ളിൽ നിന്നുകൊണ്ട് സംസാരിച്ച സിനിമയാണ് രോമാഞ്ചം. അപ്പം അതിനകത്ത് ഈ 7 പേരെ മാനേജ് ചെയ്യാന്ന് പറഞ്ഞാൽ ഇവരെല്ലാം ഭയങ്കര സ്കിൽഫുൾ ആർട്ടിസ്റ്റുകളാണ്. ഇവരെല്ലാം ഭയങ്കര കണ്ടൻറ് ക്രിയേറ്റേഴ്സാണ്. അവരുടെ എല്ലാം ഒരുപാട് കോൺട്രിബ്യൂഷൻസ് നമ്മളെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ അങ്ങനെയാണ് ഇവരെ ഞാൻ കാസ്റ്റ് ചെയ്തത്. അപ്പോൾ എനിക്ക് തന്നെ എൻ്റെ തലയിൽ നിന്ന് മാത്രം ഉണ്ടായിട്ടുള്ള ഒരു സിനിമയല്ല ഈ പറഞ്ഞ രോമാഞ്ചമായാലും ആവേശമായാലും. അപ്പോൾ ആവേശത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ആവേശം കുറച്ചുകൂടെ വേറൊരു വലിയ വേൾഡാണ്. അപ്പോൾ ആ വേൾഡിനകത്ത് നിന്നുകൊണ്ട് പ്രേക്ഷകർ കാണുന്ന ഒരു ഫീലാണ് ആവേശം കാണുമ്പോൾ കിട്ടേണ്ടത്. അപ്പം വലിയൊരു വേൾഡിൽ നിൽക്കുന്നൊരു ഫീൽ കിട്ടണം. രോമാഞ്ചത്തിന് ഒതുക്കമായത് വേണ്ടിയിരുന്നെങ്കിൽ അതെ, ഇതാണെങ്കിൽ കുറച്ചുകൂടെ ഓപ്പൺ ആയിരിക്കണം. അപ്പം നമുക്ക് അറിയാത്തൊരു ലോകം കാണണം, അതിനകത്ത് പല ഏരിയാസും നമുക്ക് അറിയാതിരിക്കണം. അപ്പോൾ അങ്ങനെ ഒരു ലോകമാണ് ഈ ആവേശത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് ആ ഒരു ഡിഫറൻസ്. ആവേശത്തിൽ വരുമ്പോൾ ഈ ക്ലോസ് സ്പേസസിൻ്റെ ഒരു ഇത് വരുന്നുണ്ടല്ലോ ക്ലൈമാക്സിലൊക്കെ എത്തുമ്പോൾ. അതായത് അത് ആവേശം തുടങ്ങുന്നത് ഭയങ്കര ഓപ്പൺ ആയിട്ടുള്ള സ്പേസിൽ നിന്നാണ്. അതൊരു ഭയങ്കര വലിപ്പത്തിൽ നിന്ന് ഭയങ്കര കുറച്ചുകൂടെ വലിയ സ്ഥലം, നമുക്കറിയാത്ത ഒരുപാട് സ്ഥലങ്ങൾ, ഒരുപാട് ആളുകൾ, അതിൽ നിന്ന് നമ്മളിങ്ങനെ ചുരുങ്ങിയാണ് പടം വരുന്നത്. ആ പടത്തിൻ്റെ എൻഡിൽ നമ്മൾ കുറച്ച് ആളുകളിലേക്ക് പൂർണ്ണമായിട്ട് ഒതുങ്ങുവാണ്. അപ്പോൾ അത് സ്ട്രക്ചർ, അതിൻ്റെ സ്ട്രക്ചർ അങ്ങനെയായിരുന്നു ആവേശത്തിൻ്റെ. ആവേശം ഇങ്ങനെ കൂർത്ത് വരുന്ന പോലെ ഇരിക്കും. അപ്പോൾ ആവേശത്തിൻ്റെ ടൈറ്റിൽ ഇരിക്കുന്ന പോലെ തന്നെയാണ് സിനിമയും ട്രാവൽ ചെയ്യുന്നത്. വലുതായിട്ട് തുടങ്ങിയിട്ട് ചെറുതായിട്ട് വന്നിട്ട് ഒരു ചെറിയ കുറച്ച് പേരിലേക്ക്, ഇവർ 2 പേരിൽ അല്ലെങ്കിൽ 3 പേരിൽ അവസാനിക്കുന്നു എന്ന് പറഞ്ഞ പോലെയാണ് ഈ സിനിമ അവസാനിക്കുന്നത്. അതെ, ഈ രോമാഞ്ചത്തെ പോലെ തന്നെ ആവേശത്തിൽ ഒരുപാട് കൺവെൻഷൻസ് ബ്രേക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പം ഫഹദിൻ്റെ ഒരു ഇൻട്രോ ആയിരിക്കും അതൊരു ബാത്റൂമിൽ തുടങ്ങുന്ന ഒരു ഇത്. പിന്നെ പുള്ളിയുടെ ഒരു ജനറൽ ആ ഒരു ഇതുണ്ടല്ലോ, ഒരു മിസ്റ്ററി നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അതായത് ഇയാൾ ഇപ്പം നമ്മളിപ്പോൾ പടം റിലീസായതുകൊണ്ട് എനിക്കൊന്നും അത് ഡിസ്കസ് ചെയ്യുന്നതിനൊരു കുഴപ്പമില്ലെന്ന് തോന്നുന്നു. ഇയാൾ അടിക്കോ, ഇൻവോൾവ് ആവോ? അപ്പോൾ അത് ക്ലൈമാക്സിലേക്ക് വരുമ്പോൾ അതിൻ്റെ പവർ ഭയങ്കര കൂടാണ്. എനിക്ക് ശരിക്കും തോന്നിയെന്ന് വെച്ചാൽ വിക്രത്തിൽ കമൽഹാസൻ്റെ ഒരു പ്രീ ഇൻ്റർവെൽ പോർഷൻ ഇല്ല, ഇത് ആൾക്കാർക്ക് ഓക്കെ ഇങ്ങനെ സംഭവിക്കുമായിരിക്കും എന്നുള്ള ഓൾറെഡി ഒരു എല്ലാവരും പ്രഡിക്റ്റ് ചെയ്യുന്ന ഒരു ഇതുണ്ട്. പക്ഷേ എന്നാലും അത് രസമാണ് കാണാൻ. അത്
ആ ഒരു ഇത് ബ്രേക്ക് ചെയ്യുന്നതിൻ്റെ ഒരു ഇനീഷ്യലി ഓഡിയൻസ് അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു കൺസേൺ ആദ്യം ഉണ്ടായിരുന്നു അതിൻ്റെ ഒരു ഞാൻ അങ്ങനെ ചിന്തിച്ചിട്ടില്ല. അതായത് ഇതെന്തായാലും കാരണം ഇതെനിക്ക് കാണുമ്പോൾ ഇഷ്ടപ്പെടുന്നുണ്ട് ഷൂട്ട് ചെയ്യുമ്പോൾ, നമ്മളത് ആസ്വദിക്കുന്നുണ്ട്, നമ്മളത് അതിന്റെ ഹൈ നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ഉറപ്പായിട്ടും കാണുന്ന പ്രേക്ഷകർക്കും അത് കിട്ടേണ്ടതാണ്. ഞാൻ അങ്ങനെയാണ് അതിനെ അപ്രോച്ച് ചെയ്തത്, അതിനെ ജഡ്ജ് ചെയ്തത്. അത് എനിക്ക് എപ്പോഴും കിട്ടുന്നുണ്ട്. അത് കാണുമ്പോൾ ഓരോ സീൻ എലിവേറ്റ് ചെയ്യപ്പെടേണ്ട സീനുകൾ ഷൂട്ട് ചെയ്തിട്ട് അത് കാണുമ്പോൾ എനിക്കൊരു ഹൈ കിട്ടുന്നുണ്ട്. അപ്പോൾ എന്തായാലും അത് കാണുന്ന പ്രേക്ഷകരും കിട്ടണം. അതങ്ങനെയാണ് ഞാൻ വിചാരിച്ചത്. അങ്ങനെ തന്നെയാണ്. അതുപോലെ ഈ ക്യാരക്ടേഴ്സിൻ്റെ ഇപ്പം രോമാഞ്ചത്തിൽ ജിത്ത് പറഞ്ഞിട്ടുണ്ട്, ഈ ഒരു ഡ്രാഫ്റ്റ് എഴുതുന്ന സമയത്ത് ഇവരുടെ കൂടെ താമസിച്ചിട്ടാണ് എഴുതിയെന്ന് പറയുന്നത്. അതായത് ഓൺ ദ ഗോ ആ ഒരു ഇതിലാണ് എഴുതിയെന്ന് പറയുന്നത്. അപ്പം ഇതിലേക്ക് വരുമ്പോൾ എങ്ങനെയാണ് അതിൻ്റെ ഒരു ഇവരുടെ ക്യാരക്ടർ ബിഹേവിയർ ഇൻകോപ്പറേറ്റ് ചെയ്യുന്ന കാര്യത്തിലൊക്കെ? അല്ല, ഇവരുടെ ക്യാരക്ടർ ബിഹേവിയർ ഒരിക്കലും ഞാൻ എഴുതിയിട്ടില്ല. നമുക്കൊരിക്കലും എഴുതാൻ കഴിയില്ല. രോമാഞ്ചത്തിൽ അത് എഴുതാൻ കഴിയുന്നതിൻ്റെ കാര്യം, രോമാഞ്ചം അത്രയും മൈന്യൂട്ട് ഡീറ്റെയിൽഡ് മൂവിയാണ്. അതായത് എനിക്ക് ഇവരുടെ ക്യാരക്ടേഴ്സാണ് സിനിമ. ഈ ക്യാരക്ടറുകൾ എന്താണോ, അവരുടെ സ്വഭാവം എന്താണോ, അതാണ് ടോട്ടൽ സിനിമ എന്ന് പറയുന്നത്. പക്ഷേ ഇവിടെ വരുമ്പോൾ അതല്ല. ഇതിന് വേറൊരു ഒരു കുറച്ചധികം കാര്യങ്ങൾ പറയാനുണ്ട്. അപ്പോൾ അതിൽ അവരുടെ ക്യാരക്ടേഴ്സ് എനിക്ക് ഓൺ ദ ഗോ, അല്ലെങ്കിൽ ഷൂട്ടിംഗ് ടൈമിലാണ് ഞാൻ ഇവരുടെ ക്യാരക്ടേഴ്സിനെ മോൾഡ് ചെയ്തത്. എങ്ങനെയാണ് വരുന്നത് എന്നുള്ള തീരുമാനം എടുത്തത്. ഇവരോട് ഡിസ്കസ് ചെയ്ത് ഇവരുടെ സംസാരം എങ്ങനെയാണ്, ഇവർക്ക് എങ്ങനെയാണ് ഏറ്റവും കംഫർട്ടബിളായിട്ട് പിടിക്കാൻ പറ്റുക എന്നൊക്കെ നോക്കിയിട്ടാണ് ഈ പറഞ്ഞ ആവേശത്തിലെ ക്യാരക്ടേഴ്സിനെ ഡെവലപ്പ് ചെയ്തത്. അതിനകത്തൊരു ഒരു ആർക്ക് ഉണ്ടായിരുന്നു. ഈ ക്യാരക്ടർ ആദ്യം ഡോമിനേറ്റ് ചെയ്യണം, അത് കഴിഞ്ഞിട്ട് പോകെ ആ ക്യാരക്ടറിന് കുറച്ച് അവർ താഴേക്ക് പോകണം, മറ്റേ ക്യാരക്ടർ കുറച്ച് മുകളിലേക്ക് വരണം എന്ന് പറഞ്ഞിട്ട് ആർക്ക് ടോട്ടലി ഉണ്ടായിരുന്നു. പക്ഷെ അവരുടെ ബിഹേവിയർ എല്ലാം ടോട്ടലി നമ്മൾ ഷൂട്ടിംഗ് ടൈമിലാണ് ഡിസൈഡ് ചെയ്തത്. അത് എനിക്കൊരു ക്യൂരിയോസിറ്റി ഉള്ള ഒരു കാര്യമാണ്. അതായത് ഇവർക്ക് ഓൾറെഡി ഇവരുടെ റിയൽ പേഴ്സണാലിറ്റീസിലുള്ള ക്വാളിറ്റീസ് തന്നെ ഇത് ക്യാരക്ടറിൽ ഇപ്പോൾ ഈ ക്യാരക്ടർ ഇവർ ചെയ്താൽ എങ്ങനെ ഇരിക്കും എന്നുള്ളൊരു പ്രോസസ്സ് ആയിരിക്കുമോ എനിക്കൊരു ഇത് ഉണ്ടായിരുന്നു. അത് ഇപ്പം ആവേശത്തിൽ ഞാൻ ഇവരെ 3 പേരെയും കാസ്റ്റ് ചെയ്തത് ഏത് ക്യാരക്ടറാണെന്നുള്ള ഡിസിഷനോട് കൂടി തന്നെയാണ്. രോമാഞ്ചത്തിൽ പക്ഷെ അങ്ങനെ ആയിരുന്നില്ല. ഞാൻ ഇത്രയും പേരെ സെലക്ട് ചെയ്തിട്ട് ഇവരിൽ ആരൊക്കെ ഏതൊക്കെ ക്യാരക്ടർ ചെയ്യണമെന്ന് തീരുമാനിച്ച് ഞാൻ ഇവരുടെ കൂടെ ഈ പറഞ്ഞ പോലെ ഒരാഴ്ച സ്പെൻഡ് ചെയ്തതിന് ശേഷമാണ് ഇവരെങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത്, ഇവരുടെ ബിഹേവിയർ ഏത് ക്യാരക്ടറാണ് സ്യൂട്ടാവുന്നത്. കാരണം അതൊരു ലോങ് ടേം പരിപാടിയാണ്. അതായത് അതിനകത്ത് നമുക്ക് ഓരോ ക്യാരക്ടറിനും അതിൻ്റേതായ ഐഡൻറ്റിറ്റി വേണം. അപ്പോൾ ആ ക്യാരക്ടറിക്കടെ മാത്രം നിൽക്കുന്ന സിനിമയാണ്. അപ്പം അതിന് കുറച്ചുകൂടെ അധികം എനിക്ക് ഇവരുടെ ശരിക്കുള്ള ക്യാരക്ടർ എങ്ങനെയാണെന്ന് നോക്കിയിട്ട് തന്നെ തീരുമാനിക്കേണ്ടി വന്നു. പിന്നെ ഭയങ്കര ഒരു ഓഡിയൻസിനൊരു മുൻവിധികളൊന്നും ഇല്ലല്ലോ. ആ ഒരു അതെ, അതാണ് ഏറ്റവും ഗുണം ചെയ്തിട്ടുള്ള കാര്യം. അതായത് ഈ ക്യാരക്ടർ വലുതാവുമെന്നോ ഈ ക്യാരക്ടർ ചെറുതാവുമെന്നോ ആർക്കും ഒന്നും പറയാൻ പറ്റില്ല. കാരണം എല്ലാം പുതിയ ആളുകളാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഗുണം ഉണ്ടായിരുന്നു. ആ ഒരു അൺപ്രഡിക്റ്റബിൾ പരിപാടി കിട്ടിയത് അങ്ങനെയാണ്. ഈ രംഗയുടെ ക്യാരക്ടർ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് ഇപ്പം ഇതിൽ രോമാഞ്ചത്തിൽ ഈ ടെക്നോളജി ഫോണുകളും അങ്ങനെയൊന്നും ഇല്ലല്ലോ, നിങ്ങൾ ഗെയിമും ഇതൊക്കെ വെച്ചിട്ടാണല്ലോ. ഇതിലേക്ക് വരുന്ന സമയത്ത് നിങ്ങൾക്ക് റീൽസ് യൂസ് ചെയ്യാം, പിന്നെ റിംഗ് ടോൺ മറ്റേ KGF-ൻ്റെ അത് യൂസ് ചെയ്യാം. പിന്നെ ഈ ഒരു ജനറലി രംഗയുടെ ഒരു ഓവർ ദ ടോപ്പ് ആയിട്ടുള്ള ഒരു സ്വഭാവം ഉണ്ടല്ലോ, അതിൻ്റെ ക്വർക്കിനെസ്സും പിന്നെ ഈ പറയുന്ന അമ്മ സെൻറ്റിമെൻറ്റ്, ഇതൊക്കെ ഇത് എത്രത്തോളം യൂസ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഇതിനൊരു ആവർത്തന വിരസത ഇല്ലാതെ എങ്ങനെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ആ ഡിസിഷനൊക്കെ എങ്ങനെയാണ്? ഇല്ല, ആ കാര്യങ്ങളിലെ ആവർത്തനം തന്നെയാണ് നമ്മളിതിലെ ഹ്യൂമറാക്കി മാറ്റി. ഡയലോഗ് എടാമോനെ, അതെ, അത് എടാമോനെ ഡിഫറെൻ്റ് ആണ്. അതായത് ഈ പറഞ്ഞ അത് എഴുതപ്പോൾ അങ്ങനെ എടാമോനെ അങ്ങനെ വലിയൊരു മെയിൻ ഡയലോഗ് ആണെന്നുള്ളത് എഴുതുമ്പോൾ എനിക്കറിയില്ല. അത് ഷൂട്ട് ചെയ്യുമ്പം വന്ന സാധനമാണ്. ഷൂട്ട് ചെയ്യുമ്പോൾ വന്ന് പലരും ഇപ്പം നഷ്രിയൊക്കെ പറഞ്ഞ് അത് ഭയങ്കര വർക്കാവുമെന്ന് തീരുമാനിച്ച് അങ്ങനെ എടാമോനെ നമ്മൾ ടോട്ടൽ പടത്തിലേക്ക് ക്യാരി ചെയ്യുമായിരുന്നു. എൻ്റെ മനസ്സിൽ പടത്തിൽ സ്ക്രിപ്റ്റിലുണ്ടായിരുന്ന ഒരു പഞ്ച് ഡയലോഗ് മോനെ ഹാപ്പിയാണോ എന്നുള്ളതായിരുന്നു. അപ്പോൾ അതാണ് എഴുതപ്പെട്ടിരുന്ന ഒരു റിപ്പീറ്റഡ് ഡയലോഗ്. അപ്പോൾ അതായിരുന്നു നമ്മുടെ പടത്തിൻ്റെ മെയിൻ. കഥാപരമായിട്ടും അവസാനം വരുന്നൊരു ഡയലോഗ് അതായിരുന്നു, ഹാപ്പിയാണോ എന്നുള്ളത്. ഇതിൽ ഈ ഇപ്പോൾ ജിത്തു നേരത്തെ പറഞ്ഞല്ലോ, അതായത് ഇപ്പോൾ ജിത്തുവിന് ഒരു ഗട്ട് ഇൻസ്റ്റിങ്ക്റ്റ് വെച്ചിട്ട് ഇത് വർക്ക് ആകുന്നുണ്ടോ എന്നുള്ളത് ജിത്തുവിന് തന്നെ അറിയാമെന്ന് പറയുന്നത്. അപ്പോൾ അത് പലപ്പോഴും ചില എഡിറ്റേഴ്സിൻ്റെ അടുത്തൊക്കെ സംസാരിക്കുമ്പോൾ അവർ പറഞ്ഞു, ഇപ്പോൾ പോസ്റ്റ് ഇരുന്ന് കാണുമ്പോൾ ഈവൻ ഡയറക്ടേഴ്സിന് പോലും ഇതിങ്ങനെ റിപ്പീറ്റായി കാണുമ്പോൾ ഇതിൻ്റെ ഒരു ജഡ്ജ്മെൻറ്റ് ഇപ്പം ആദ്യം വർക്കായത് ചിലപ്പോൾ പോസ്റ്റിലിരിക്കുമ്പോൾ ചിലപ്പോൾ ചിരി വരില്ല, ഉറപ്പായിട്ടും വരില്ല. അതായത് ഈ പറഞ്ഞ ഒരു 100 ഇപ്പം എനിക്ക് തന്നെ ആ പ്രശ്നം ഉണ്ടായി. രോമാഞ്ചത്തിൽ അത്ര എന്നെ എഫക്റ്റ് ചെയ്തില്ല. കാരണം രോമാഞ്ചം സിൻസൗണ്ടാണ്. ഞാൻ ഒരുപാട് പ്രാവശ്യം എനിക്കിങ്ങനെ കണ്ടുകൊണ്ടിരിക്കേണ്ടി വന്നിട്ടില്ല. അത് പെട്ടെന്ന് ലോക്ക് ചെയ്ത് പോകുമായിരുന്നു. അത്രയ്ക്ക് ഉണ്ടായിരുന്നു. ആവേശം പക്ഷേ ഭയങ്കര ഒരു എഡിറ്റ് പാറ്റേൺ ഒക്കെ വരേണ്ട ഒരു സിനിമയായിരുന്നു. അതിൻ്റെ ഫസ്റ്റ് ഹാഫൊക്കെ പ്രത്യേകിച്ചും ഭയങ്കരമായിട്ടും എഡിറ്റ് ചെയ്ത് തന്നെ അതിനൊരു മ്യൂസിക്കൽ അല്ലെങ്കിൽ ആ ഒരു ഫ്ലോ ഉണ്ടാക്കിയെടുക്കേണ്ട സിനിമയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് എനിക്കത് ഒരുപാട് പ്രാവശ്യം
റിപ്പീറ്റായിട്ട് ഇങ്ങനെ കാണേണ്ടി വന്നു ഓരോ പ്രോസസ്സിലും, ഡബിലാണെങ്കിലും ഇതിലാണെങ്കിലും. അപ്പോൾ അപ്പോഴത്തേക്കും എനിക്ക് ഇതിൻ്റെ ഹ്യൂമർ എവിടെയൊക്കെ ഉണ്ടെന്നുള്ള ജഡ്ജ്മെൻറ്റ് പൂർണ്ണമായിട്ടും പോയി. ഇവിടെയൊക്കെ ചിരിക്കും. അപ്പം ഞാൻ ചിന്തിച്ചത് ഷൂട്ട് ചെയ്യുമ്പോൾ ഇതെങ്ങനെ ആയിരുന്നു, ഷൂട്ട് ചെയ്യുമ്പോൾ ഇവിടെ ചിരിച്ചായിരുന്നു, അപ്പോൾ അത് ചിരിച്ചായിരുന്നെങ്കിൽ ഇവിടെ ചിരിക്കും. അപ്പം അങ്ങനെ അത് ഞാൻ ഓർമ്മ കൊണ്ടാണ് ജഡ്ജ് ചെയ്തത്. അതായത് ഷൂട്ട് ചെയ്യുമ്പോൾ ഉള്ള റെസ്പോൺസ് എന്തായിരുന്നു എന്നുള്ള ഒരു ഓർത്തെടുത്താണ് ഞാൻ സീനുകൾ ജഡ്ജ് ചെയ്തത്. അല്ലാതെ എനിക്ക് അപ്പോഴത്തെ ജഡ്ജ്മെന്റ് വെച്ചിട്ട് പോകാൻ പറ്റത്തില്ല ഒരിക്കലും. ഫസ്റ്റ് റെസ്പോൺസ് എങ്ങനെയാണ്? അതെ, ഫസ്റ്റ് ഞാനത് കാണുമ്പോൾ എനിക്ക് എന്തായിരുന്നു ഫീൽ ചെയ്തത് ഞാൻ അങ്ങനെ ആലോചിച്ചിട്ട് ഇത് ഇങ്ങനെ തന്നെ ആയിരിക്കും അങ്ങനെ തീരുമാനിക്കുമായിരുന്നു. നമുക്ക് ഒരു ഘട്ടം കഴിഞ്ഞാൽ പിന്നെ ജഡ്ജ്മെന്റ് ഉണ്ടാവില്ല. പിന്നെ അതിൽ വേറെ കുറെ കാര്യങ്ങൾ ഗുണം ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഈ ഓഫ് സ്ക്രീൻ പറയുന്ന ഡയലോഗാണ്. ഇപ്പം ക്യാരക്ടറിനെ കാണുന്നുണ്ടാവില്ല, ചിലപ്പോൾ അവരുടെ ബാക്കിൽ നിന്നായിരിക്കും. ഇപ്പം രോമാഞ്ചത്തിലൊക്കെ എങ്ങനെയുണ്ട് സൗബിൻ്റെ ക്യാരക്ടർ, പിന്നെ ഇതിൽ അതുപോലെ സൈഡിൽ നിന്നൊക്കെ പറയുന്ന ഡയലോഗുകൾ, അതൊക്കെ പോസ്റ്റിൽ ആഡ് ചെയ്ത ചില അങ്ങനെ ചിലത് പോസ്റ്റിൽ ആഡ് ചെയ്തത്, ചിലത് ഓൾറെഡി ഉള്ളത് ഉണ്ട്. ഇതിൽ എനിക്ക് വേറൊരു കാര്യം ചോദിക്കാനുള്ളത്, ഇപ്പം ഈ ജിത്തുവിൻ്റെ ഫ്രണ്ട് സർക്കിളുള്ള അല്ലെങ്കിൽ ജിത്തു കൂടെ പഠിച്ചതോ അല്ലെങ്കിൽ കൂടെ വർക്ക് ചെയ്ത ആൾക്കാർ അവരുടെയൊക്കെ ഒരു, കാരണം ഇതിൽ അങ്ങനെ പല ഡിഫറെൻറ്റ് ക്വാളിറ്റീസിലുള്ള ആൾക്കാരാണല്ലോ. ഇപ്പോൾ ഈ യങ്സ്റ്റേഴ്സിൻ്റെ കാര്യം നോക്കി കഴിഞ്ഞാൽ, ഇപ്പം ഫോർ എക്സാമ്പിൾ എടുത്ത് കഴിഞ്ഞാൽ രോമാഞ്ചത്തിൽ അർജുൻ ചിരിക്കുന്ന ഒരു, അത് ഭയങ്കര ഇതായിട്ട് പോപ്പുലറായ ഒരു സംഭവമാണല്ലോ. അതുപോലെ തന്നെ ഇതിലും ഉണ്ട് അങ്ങനെ ഈ വില്ലന്മാരെ കാണുമ്പം അതൊക്കെ എങ്ങനെ ജിത്തുവിനെ അറിയുന്ന ആൾക്കാർ തന്നെ ഒരു ഇത് കൊണ്ടുവന്ന് നോക്കി അങ്ങനെയാണ്. നമ്മൾ പലയിടത്തും കണ്ടിട്ടുള്ള ആളുകളൊക്കെ തന്നെയാണ്. അപ്പം അതിൻ്റെ ഒരു എക്സാജറേറ്റഡ് വേർഷനാണ് നമ്മൾ സിനിമയിൽ കാണിക്കുന്നത് ഉറപ്പായിട്ടും. അപ്പോൾ അതൊരു നമുക്കൊരു സാധാരണ ജീവിതത്തിലുള്ള ആളുകളെ കാണുമ്പോൾ നമുക്ക് അത്ര പ്രശ്നമായിട്ട് തോന്നത്തില്ല, കാരണം അതൊരു മിനിമലാണ്. അപ്പോൾ അതിൻ്റെ ഒരു എക്സാജറേറ്റഡ് വേർഷൻ കാണിക്കുമ്പോഴാണ് നമുക്ക് അതിനകത്ത് ഹ്യൂമർ കിട്ടുള്ളൂ. അപ്പോൾ അത് ഇച്ചിരി എക്സാജറേറ്റഡ് ആണ് സിനിമയിലുള്ളത്. പിന്നെ ഈ ഇതിൻ്റെ സീനുകളുടെ ഒരു റിതം, ഒരു ടെമ്പോ ക്രിയേറ്റ് ചെയ്യുന്ന കാര്യത്തില്ലേ, ഇപ്പം എനിക്ക് തോന്നുന്നു ഇപ്പോൾ സുഷിൻ്റെ ഒരു ഇൻവോൾവ്മെൻറ്റ് വരുന്ന സമയത്ത് എനിക്കൊന്ന് ഇപ്പോൾ രോമാഞ്ചത്തിൽ അങ്ങനെയാണെന്ന് തോന്നുന്നു അല്ലേ, വിഷ്വൽസ് കണ്ടിട്ട് ലിറിക്സും പാട്ടുകൾ എഴുതുന്ന ഒരു, അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ആ പാട്ടിൻ്റെ അനുസരിച്ചിട്ട് എഡിറ്റ് ചെയ്യാന്നുള്ളൊരു. അതെ, അതായത് ഈ പറഞ്ഞ പോലെ മ്യൂസിക് നമ്മുടെ സിനിമ ആദ്യം മ്യൂസിക് ഇല്ലാതെ എഡിറ്റ് ചെയ്യുമ്പോൾ നമുക്കൊരു പേസ് ഉണ്ടാവും. ആ പേസിൽ നിന്ന് ചെറിയ മാറ്റം വരുത്തിയിട്ടാണ് സുഷിൻ അത് മ്യൂസിക് തന്നപ്പോൾ നമുക്ക് അത് കൊണ്ടുപോകണമെന്ന് തോന്നിയത്. അപ്പോൾ സുഷിൻ്റെ മ്യൂസിക് വന്നു തുടങ്ങിയപ്പോഴത്തേക്കും പടത്തിൻ്റെ പേസ് കുറച്ചുകൂടെ കൂടി. അപ്പോൾ അങ്ങനത്തെ ഒരു പേസിലേക്ക് നമ്മൾ ചെറിയ എഡിറ്റ് ചേഞ്ചസ് ഒക്കെ വരുത്തിയിട്ട്, എസ്പെഷ്യലി ബിഗിനിങ് അതിൻ്റെ ഇവരെ ഡാൻസ് കളിക്കുന്ന അവിടെയാണ് ചേഞ്ച് ആയി തുടങ്ങിയത്. ആ മ്യൂസിക് തന്നെ മാറിയപ്പോഴത്തേക്കും പടത്തിന്റെ തുടക്കത്തിലത്തെ പേസ് മാറിയപ്പോഴത്തേക്കും ടോട്ടലി ഒന്ന് നമ്മളൊന്ന് വൈബ്, അതെ വൈബ് കുറച്ച് മാറി. ഈ എനർജിയുടെ കാര്യം പറയുമ്പോഴേ, ഇപ്പം ഈ ഫഹദ് ഇപ്പോൾ ഇതിലൊരു വലിയ സ്റ്റാറാണ്, മറ്റുള്ളവരൊക്കെ പുതുമുഖങ്ങളാണ്. ഇപ്പം രോമാഞ്ചത്തിൽ എനിക്ക് തോന്നുന്നു ഈ സൗബിൻ ഒരു എസ്റ്റാബ്ലിഷ്ഡ് സ്റ്റാറാണ്, മറ്റുള്ളവർ പുതുമുഖങ്ങളാണ്. എന്നാലും അവരുടെ കൂടെ ഒന്ന് ജെല്ലാവേണ്ട ഒരു ഇമ്പോർട്ടൻസ് ഉണ്ടായിരുന്നു, ആ ഒരു ഡിസ്റ്റൻസ് കുറയ്ക്കേണ്ടതുണ്ടായിരുന്നു. പക്ഷെ ഇതിൽ എനിക്ക് തോന്നുന്നു ആ ഒരു ഡിസ്റ്റൻസ് തന്നെ നിങ്ങൾ ഇതിലേക്ക് ഇൻകോപ്പറേറ്റ് ചെയ്യാൻ പറ്റുമോ അല്ലേ? അതെ, ശരിക്കും പറഞ്ഞാൽ രംഗയെ ആരും മനസ്സിലാക്കാൻ പാടില്ല. അതായത് പ്രേക്ഷകരായാലും ശരി, ഈ കുട്ടികളായാലും ശരി. അപ്പോൾ അതായത് നമ്മൾ അങ്ങനെയാണ് ട്രീറ്റ് ചെയ്തിട്ട്, ഈ പിള്ളേരുടെ പെർസ്പെക്റ്റീവിലാണ് നമ്മൾ കംപ്ലീറ്റ് പടം പറഞ്ഞിട്ടുള്ളത് ഒരു പോയിന്റ് വരെ. അപ്പോൾ ആ പോയിന്റ് വരെ നമുക്ക് രംഗയുടെ, ഈ പിള്ളേർക്കറിയാത്ത ഒന്നും പ്രേക്ഷകർ അറിയുന്നില്ല. അപ്പോൾ രംഗയുടെ ഒരു അകൽച്ച സ്വാഭാവികമായിട്ടും വേണം സിനിമയിൽ. അപ്പം അങ്ങനെയാണ് ഇതിനെ ട്രീറ്റ് ചെയ്ത് രംഗയുടെ, നമുക്ക് ഇവരോട് ഈ ആളുകൾ പറയുന്ന കഥ മാത്രമേ നമ്മൾ രംഗയെക്കുറിച്ച് ഫ്ലാഷ് ബാക്കിൽ പറയുന്നുള്ളൂ. അപ്പോൾ അതിലൂടെ അയാളുടെ ഒരു ഷെയ്ഡ് ലൈറ്റായിട്ട് മനസ്സിലാക്കി കൊടുക്കുന്നു എന്നുള്ളതിനപ്പുറത്തേക്ക് രംഗയെക്കുറിച്ച് നമ്മൾ ഒരുപാടൊന്നും സംസാരിക്കുന്നില്ല. കാരണം അത് ഈ പിള്ളേരുടെ സിനിമയാണ്, പിള്ളേരുടെ പെർസ്പെക്റ്റീവിലുള്ള സിനിമയാണ്. പിള്ളേരിലൂടെ നമ്മൾ രംഗയെ കാണിച്ചു കൊടുക്കുകയാണ്. അത് ഒരു പോയിന്റിലാണ് നമ്മളത് ബ്രേക്ക് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു പോയിന്റ് തൊട്ടിട്ടുണ്ട്, എവിടെ എൻ്റെ പിള്ളേർ തൊട്ടിട്ടാണ് ആളുകൾ രംഗയെ, പിള്ളേർ കാണാത്തൊരു വേർഷൻ ഓഫ് രംഗയെ കാണുന്നത്. അവിടെ മുതലാണ് പ്രേക്ഷകർക്ക് കുട്ടികളെക്കാളും കൂടുതൽ രംഗയെ അറിയാമെന്ന് ആയി തുടങ്ങുന്നത്. അതുവരെ കുട്ടികൾക്കൊപ്പം മാത്രമേ അറിയുള്ളൂ രംഗയെ. ആ പോയിന്റ് മുതൽ കുട്ടികളെക്കാൾ കൂടുതൽ പ്രേക്ഷകർക്ക് രംഗയെ അറിയാം. അപ്പം അതങ്ങനെയാണ് അതിനെ ട്രീറ്റ് ചെയ്തത്. അപ്പം ആ ഒരു അപ്പോൾ അതിന് ഈ പറഞ്ഞ പോലെ ഈ ഫഹദ് എന്ന് പറയുന്ന ഒരു സ്റ്റാർ ഈ കുട്ടികൾക്കിടയ്ക്ക് വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഡിസ്റ്റൻസ് നമുക്ക് ഭയങ്കര ഓക്കെ ആയിരുന്നു. പക്ഷേ എങ്കിലും ഇവർ കൂടെ ഒന്ന് അഭിനയിക്കണമെങ്കിൽ ഒരു സിങ്ക് വേണം. അതുകൊണ്ട് അവർ തമ്മിലുള്ള ഒരു കമ്പനി ഉണ്ടായിരുന്നു, ഒരു റാപ്പ് ഉണ്ടായിരുന്നു. ഈ രംഗണ്ണനും പിള്ളേരും പോലെ തന്നെയുള്ള ഒരു ബന്ധം അവർ തമ്മിലുണ്ടായിരുന്നു. അത് ഈ സെക്കൻഡ് ഹാഫിൽ ഇപ്പോൾ അതായത് ഈ ക്യാരക്ടറിനെ കുറിച്ച് എന്താ പറയുക, ഒരു മിസ്റ്ററി മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു കാര്യമുണ്ടല്ലോ. അപ്പോൾ എനിക്ക് തോന്നുന്നു സെക്കൻഡ് ഹാഫിലെത്തിയപ്പോൾ ചെറുതായിട്ടൊരു പേസിങ് ഇതെനിക്ക് തോന്നിയത്, ഇവർ ഇങ്ങനെ പേടിച്ചിട്ടുള്ളൊരു സീക്വൻസ് ഉണ്ടല്ലോ, വീട്ടിൽ വന്നിട്ട് ഇയാളിങ്ങനെ ചെയ്യും അങ്ങനെ ചെയ്യുന്നുള്ളത്. എനിക്ക് തോന്നിയെന്ന് വെച്ചാൽ ആദ്യം ഇപ്പം നമ്മൾ ഇയാൾ രംഗയെ കാണുമ്പോൾ ഭയങ്കര ഒരു ലോലഹൃദയനായ ഒരു ഗാങ്സ്റ്റർ അങ്ങനെയാണ്. അപ്പോൾ അങ്ങനെ നമുക്ക് ഫീൽ ചെയ്യുമ്പോൾ ഇപ്പോൾ ഈ പിള്ളേരുടെ വേൾഡിൽ നിന്ന്, സിനിമയുടെ വേൾഡിനകത്ത് ഈ പിള്ളേർ ഇയാളെ ഭയക്കുന്നത് അത് കൺവിൻസിങ് ആണ്. പക്ഷെ അതേസമയം ഇത്രയും
നീട്ടി കൊണ്ടുപോകണം എന്നുള്ളൊരു ഇത്. അതായത് അവിടെ നമുക്ക് വേറൊരു കാര്യം കൂടെ ആവശ്യമായിരുന്നു. അതായത് ഈ രംഗയിലൂടെയാണ് നമ്മൾ തുടക്കത്തിലത്തെ അരമണിക്കൂറിന് ശേഷം രംഗയായിരുന്നു സിനിമ. അപ്പോൾ അവിടെ ആ പോയിന്റിൽ നമുക്ക് തിരിച്ച് കുറച്ച് സമയത്തേക്ക് രംഗ നമുക്ക് സിനിമയിൽ വേണ്ടാത്ത ഒരു സാഹചര്യം വേണം. അപ്പോൾ അത്രയും നേരം കാണാതിരുന്നിട്ട് ഒരു എവിടെ എൻ്റെ പിള്ളേർ എന്ന് ചോദിച്ചുള്ള ഒരു റീ എൻട്രിയാണ് നമ്മളവിടെ പിടിച്ചത്. അതായത് പുതിയ രംഗയാണ് അവിടെ മുതൽ വരുന്നത്. അപ്പോൾ ആ പഴയ രംഗയിൽ നമുക്കൊരു ഗ്യാപ്പ് വേണം. ആ ഒരു ഗ്യാപ്പാണ് ഈ പറഞ്ഞ സീക്വൻസുകൾ. അതായത് രംഗയെ കണ്ടുകൊണ്ടിരുന്ന ഉറപ്പായിട്ടും നമുക്കറിയാം, ഈ പ്രത്യേകിച്ച് അവസാന മൊമെന്റിലൊക്കെ രംഗയെ കാണാൻ വേണ്ടി ആയിരിക്കും ആളുകൾ സിനിമ കാണുന്നത്. പക്ഷെ ആ സമയത്ത് കാണാൻ പറ്റാണ്ടിരുന്നിട്ട് നമ്മൾ കാണിച്ചു കൊടുക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു പഞ്ചിന് വേണ്ടിയിട്ടാണ് ആക്ച്വലി ആ ഒരു സീക്വൻസിന്റെ ലെങ്തും എല്ലാം എഴുതപ്പെടും. കാരണം ഇവരുടെ കാര്യങ്ങൾ നമുക്ക് പറയണം. ബിൽഡപ്പാണ്. ഇവരുടെ രംഗയിലേക്കുള്ളൊരു ബിൽഡപ്പാണ്. അതായത് നമ്മൾ ഇയാളെ കണ്ടിന്യൂസ് നമ്മൾ കാണിച്ചുകൊണ്ടേ ഇരുന്നിട്ട് ആ സീൻ വന്ന ആ സീനിന് പഞ്ച് ഉണ്ടാവില്ല. ആ സീൻ ഒരിക്കലും എഫക്റ്റീവ് ആവത്തില്ല. കാരണം അതൊരു ഈ കൂട്ടത്തിലുള്ളൊരു സീനായിട്ട് മാറും. പക്ഷെ റീ എൻട്രി ആവണം നമുക്ക്. അപ്പോൾ ആ റീ എൻട്രിക്ക് വേണ്ടിയിട്ടാണ്, റീ എൻട്രിക്ക് പുള്ളി ഇല്ലാണ്ടിരിക്കണമല്ലോ കുറച്ച് സമയം. ആ ഇല്ലാണ്ടിരിക്കുന്ന സമയമാണ് ഈ കുട്ടികളുടെ ചർച്ചയും ഇവരുടെ പ്രശ്നങ്ങളും. അപ്പോൾ ഇവർ രംഗയെ അറിയുന്നില്ല, അല്ലെങ്കിൽ രംഗയെ ഇവർ മനസ്സിലാക്കുന്നില്ല എന്ന് ആളുകൾക്കും കൃത്യമായിട്ട് ഫീൽ ചെയ്യണം. അപ്പോൾ അത് ഫീൽ ചെയ്യിച്ചില്ലെങ്കിൽ അത് കഴിഞ്ഞിട്ടുള്ള ഭാഗം വർക്കൗട്ട് ആവത്തില്ല, ക്ലൈമാക്സ് പോലും വർക്കൗട്ട് ആവത്തില്ല. അപ്പോൾ ആ ഒരു കാര്യം കൺവിൻസ് ചെയ്യിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പറഞ്ഞ ഒരു ലെങ്തി സീക്വൻസിൽ രംഗ ഇല്ലാതിരിക്കുന്നത്. റീ എൻട്രിയുടെ കാര്യം പറയാം. അതുകൊണ്ട് ആ ഒരു റീ ഇൻട്രൊഡ്യൂസിങ് ഫാസ്റ്റ് എന്നുള്ളൊരു കണക്ഷൻ കൂടി അതിൽ വരുന്നില്ല. അത് ഈ ഒരു ക്യാരക്ടറിന്റെ പുതുമ കൊണ്ട് തന്നെയാണ് ആ ഒരു ഇത് വെച്ചത്. അതെ, ക്യാരക്ടറിന്റെ പുതുമ കൊണ്ടാണ്. അത് ഫഹദ് ഇതുവരെ അങ്ങനെ ചെയ്തിട്ടില്ലാത്ത ഒരു ടൈപ്പ് ക്യാരക്ടർ, അല്ലെങ്കിൽ ഒരു അങ്ങനത്തെ ഒരു സിനിമ. അങ്ങനെയാണ് പുള്ളിയുടെ ഒരു മാസ് വേർഷനാണ്, ഒരു കൊമേഴ്ഷ്യൽ വേർഷൻ ഓഫ് ഫഹദ് ഫാസിലാണ് ഫഫ. ഇതിൽ ആ ഒരു ജീപ്പ് സ്റ്റണ്ട് സീക്വൻസ് ഉണ്ടല്ലോ, ആ ഒരു മോള്, അത് പുൾ ഓഫ് ചെയ്യാൻ കുറച്ച് ഇതായിരുന്നു. എങ്ങനെയാണ് അതിൻ്റെ? അത് നമ്മുടെ ചേതൻ ഡിസൂസയാണ് ഇതിൻ്റെ ഫൈറ്റ് കൊറിയോഗ്രാഫർ. പുള്ളി അടിപൊളിയാണ്. പുള്ളി അങ്ങനെ ഒന്നിനും ഡൗട്ടുള്ള ആളൊന്നുമില്ല. എന്ത് ആക്ഷൻ ആണെങ്കിലും അത് പുൾ ഓഫ് ചെയ്യാൻ പുള്ളിക്ക് പറ്റും. നമുക്ക് അത് ഏറ്റവും കുറച്ച് സമയം എടുത്ത ഫൈറ്റാണ് മാൾ ഫൈറ്റ്. കാരണം അത്രയധികം ആൾക്കാരുണ്ട്. ജീപ്പ് റിവേഴ്സിൽ എടുക്കണം, പിന്നെ ഇവരെ ഇടിക്കണം, ജീപ്പ് വെച്ച്. അത് അത്രയും ആക്ഷൻസ് ഉണ്ടായിരുന്നെങ്കിൽ പോലും അത് ഫാസ്റ്റ് ആയിരുന്നു അതിൻ്റെ ഷൂട്ട്. 8 ദിവസം കൊണ്ടാണ് അത് ഷൂട്ട് ചെയ്ത് തീർത്തത്. ബാക്കിയെല്ലാമാണ് ടൈം എടുത്തത്. ക്ലൈമാക്സ് ഫൈറ്റ് 15 ദിവസം എടുത്തു. മറ്റേ ഫസ്റ്റ് ഇന്റർവൽ ഫൈറ്റ് 10 ദിവസം എടുത്തു. ക്ലൈമാക്സ് ഫൈറ്റിലേക്ക് വരുമ്പോഴേ അത് ഒന്നാമത് ആ രാത്രി സെറ്റ് ചെയ്യാനുള്ള ഒരു, ചിലർ പകലാണ് ഈ ചില മാസ പടങ്ങളിൽ പൊതുവെ അങ്ങനെ ഒരു രാത്രി നടക്കാറുണ്ട്. പക്ഷെ ഈ രാത്രി അത് ക്ലൈമാക്സിന് ഫൈറ്റിന് ശേഷമുള്ള ഒരു ഒരു മൊമെന്റ് ഉണ്ടല്ലോ. അപ്പോൾ അതിനൊരു ചെറിയ അവരുടെ ഒരു ഇൻസെക്യൂരിറ്റി അല്ലെങ്കിൽ അവരുടെ ഒരു ഫിയർ കൂടെ കാണിക്കണം. ഒരു ഹൊറർ സിനിമ. അതെ, അതിന്റെ ഒരു മിക്സ്ചറും കൂടെ വരാൻ വേണ്ടിയാണ് രാത്രി നമുക്കത് പറ്റുള്ളൂ. പകല് നമുക്കത് കാണിക്കാനായിട്ട് വിഷമമാണ്, ബുദ്ധിമുട്ടാണ്. അപ്പോൾ രാത്രി അത് കുറച്ചുകൂടെ കണക്റ്റഡ്. പിന്നെ വിഷ്വലിയും കുറച്ചുകൂടെ നല്ലത് രാത്രിയാണ്. തീയും എല്ലാം അങ്ങനെ നമുക്ക് വിഷ്വലി കുറച്ചുകൂടെ വർക്കൗട്ട് ആവുന്നത് രാത്രിയാണെന്ന് തോന്നിയിട്ടാണ് രാത്രി പ്ലേസ് ചെയ്തത്. അത് ഇതുപോലെ ആ സ്പേസ് യൂസ് ചെയ്യുന്നത് അത് ഭയങ്കര ഒരു റിമോട്ട് ആയിട്ടുള്ള ഒരു ഏരിയ ആണല്ലോ. അത് അതിൻ്റെയും കൂടെ ഒരു ബെനിഫിറ്റ് ഉണ്ടായിരുന്നു അല്ലേ? അത് അങ്ങനെ നമ്മളത് ആക്ച്വലി ഒരുപാട് കഷ്ടപ്പെട്ട് തന്നെ കണ്ടുപിടിച്ച ലൊക്കേഷനാണ് അത്. ആ ലൊക്കേഷൻ ഒരു മെയിൻ ലൊക്കേഷൻ ആയിരുന്നു. നമ്മുടെ അവിടെ ഒരു വലിയ സോങ്, വലിയൊരു ഫൈറ്റ്, ക്ലൈമാക്സ്, അങ്ങനെ തുടങ്ങി പടത്തിൻ്റെ മേജർ പോർഷൻസ് എടുക്കേണ്ട ഒരു ലൊക്കേഷനാണത്. അപ്പോൾ നമ്മളത് കുറച്ചധികം അന്വേഷിച്ച് തന്നെ കണ്ടുപിടിച്ച ഒരു ലൊക്കേഷനാണ്. എയർപോർട്ടിന് അടുത്താണ് സ്ഥലം. ഇത് ലൊക്കേഷൻസ് ഒക്കെ കണ്ടുപിടിക്കുന്ന കാര്യത്തിൽ എങ്ങനെയാണ്? ഇപ്പോൾ ഇത് ജിത്തുവിന് ഭയങ്കര ഫെമിലിയർ ആയിട്ടുള്ള ബാംഗ്ലൂരിലെ കുറേ സ്ഥലങ്ങൾ അങ്ങനെ. പക്ഷെ അങ്ങനെയല്ല, ഞാൻ ഉണ്ടായിരുന്നപ്പം ഉള്ള സ്ഥലങ്ങളെ അല്ല ഇപ്പോൾ. അപ്പം ഒരുപാട് മാറിപ്പോയി. അപ്പം എനിക്കിത് ഒരുപാട് അന്വേഷിച്ച് തന്നെയാണ് ഓരോന്നും കിട്ടുന്നത്. നമ്മുടെ അസിസ്റ്റന്റ് ഡയറക്ടേഴ്സ് ആണെങ്കിലും ഇതിൽ ബാംഗ്ലൂരിലുള്ള മാനേജേഴ്സ് ആണെങ്കിലും ഒരുപാട് അന്വേഷിച്ചതിന് ശേഷമാണ് നമുക്ക് ഈ ലൊക്കേഷൻസ് ഒക്കെ കിട്ടിക്കൊണ്ടിരുന്നത്. ഒരുപാട് ലൊക്കേഷൻ, 80 ലൊക്കേഷനോളം ഉണ്ടായിരുന്നു നമുക്ക് ഷൂട്ട് ചെയ്യാൻ. 80-85 ലൊക്കേഷൻ ഉണ്ടായിരുന്നു. പിന്നെ എന്ന് പറയുമ്പോൾ ഈ അതായത് ഇപ്പോൾ നമ്മുടെ ഓർഡിനറി കാണുന്ന ലൊക്കേഷൻസിന് അതിനൊരു സിനിമാറ്റിക് ടെക്സ്ചർ കൊടുക്കുന്ന ഒരു സംഭവമുണ്ട്. അപ്പോൾ ലൈറ്റിങ്ങിൻ്റെ കാര്യത്തിലായി കഴിഞ്ഞു, ഇപ്പോൾ ബാറുകൾ അല്ലെങ്കിൽ ഇവരുടെ PG റെസിഡൻസ് സാധാരണ ലൈറ്റിംഗ് അല്ല, ഇത് സിനിമയ്ക്ക് വേണ്ടി വേറെ തന്നെ ഒരു ഇത് വരുന്നുണ്ടല്ലോ. ഇപ്പോൾ സമീർ താഹിറിൻ്റെ കൊളാബറേഷനും പിന്നെ പ്രൊഡക്ഷൻ ഡിസൈൻ അതിൻ്റെയൊക്കെ എങ്ങനെയാണ്? അതായത് ഈ നമ്മളിപ്പോൾ കാണുന്ന എല്ലാ ലൊക്കേഷനിലും ആർട്ട് വർക്കുകളുണ്ട്. എല്ലാ ലൊക്കേഷനിലും ഒരുപാട് വർക്ക് ചെയ്തിട്ടാണ് നമ്മൾ ഓരോ ഫ്രെയിമുകളും സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ സമീർക്കയാണെങ്കിലും അതിലൊക്കെ ഭയങ്കര സ്പെസിഫിക് ആണ്. എന്ത് വേണം എന്നുള്ള കാര്യത്തിൽ, ഒരു ഫ്രെയിമിൽ എന്തൊക്കെ വേണം അതിലൊക്കെ ഭയങ്കര സ്പെസിഫിക് ആണ്. അതെല്ലാം ഭയങ്കരമായിട്ടും നോക്കി തന്നെയാണ് ഓരോ ഫ്രെയിമും സെറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഈ ഒരു ലൊക്കേഷൻസിൽ നമുക്ക് ഫ്രീ ആയിട്ട് നേരെ പോയിട്ട് ഇവിടെ ഷൂട്ട് ചെയ്യാം എന്ന് പറഞ്ഞ് ഷൂട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യമേ ഉണ്ടായിരുന്നില്ല. എല്ലാ ലൊക്കേഷനിലും നമ്മൾ മാക്സിമം അതിനെ എലിവേറ്റ് ചെയ്ത് അതിൻ്റെ ലുക്ക് മാറ്റി അതിൻ്റെ പാലറ്റ് പിടിച്ച് കൃത്യമായിട്ട് തന്നെയാണ് ഓരോ ഫ്രെയിമുകളും ഫിക്സ് ചെയ്തിരുന്നത്. അപ്പോൾ അത് അശ്വിനി കലയായിരുന്നു ആർട്ട് ഡയറക്ടർ. അശ്വിനിയായിരുന്നു എനിക്ക് തോന്നുന്നു ഈ സിനിമയിൽ ഏറ്റവും കൂടുതൽ
പണിയെടുത്ത് തളർന്നിട്ടുണ്ടാവുക. കാരണം ഒരേ സമയത്ത് 2ഉം 3ഉം സ്ഥലത്തെ ലൊക്കേഷൻസിലെ വർക്കായിരിക്കും നടക്കുന്നത്. അപ്പോൾ ചിലപ്പോൾ അതിന് മേളിലും. അപ്പോൾ ഷൂട്ട് പാരലി നടക്കാതെ തന്നെ 2-3 സ്ഥലങ്ങളിൽ ആർട്ട് വർക്കുകൾ നടക്കുന്നുണ്ടാവും. അത് ഭയങ്കര, നമ്മൾ അങ്ങനെയാണ് ഷൂട്ട് ചെയ്തുകൊണ്ട് പോയത്. നമുക്ക് ഒരിക്കലും നേരെ പോയിട്ട് ഒരു സ്ഥലത്തും ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. നമ്മൾ സിനിമ ചെയ്തുകൊണ്ടിരിക്കുന്നത് അങ്ങനെയാണ്. അപ്പം അതിലെല്ലായിടത്തും നന്നായിട്ട് വർക്ക് ചെയ്ത് തന്നെയാണ് നമ്മളിപ്പോൾ കാണുന്ന ഒരു ലുക്കിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത്. ഇതിൻ്റെ ഒരു പ്രീ പ്രൊഡക്ഷനും ടൈമും ഇതൊക്കെ എങ്ങനെയായിരുന്നു? അപ്പോൾ അത് മൊത്തത്തിൽ പ്രീ പ്രൊഡക്ഷൻ ആക്ച്വലി അധികം സമയമൊന്നും എടുത്തില്ല. നമ്മൾ ഇപ്പം ഡിസംബറിലാണ് ഇത് നമ്മൾ ബാംഗ്ലൂർ വരുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ലൊക്കേഷൻസ് കണ്ടു തുടങ്ങി. അത് കഴിഞ്ഞ് സമീർക്ക വന്നു. അത് കഴിഞ്ഞ് ഓരോരുത്തരായിട്ട് വന്ന് നമ്മൾ മാർച്ചിൽ ഷൂട്ട് തുടങ്ങി. അപ്പോൾ മാർച്ചിൽ ഷൂട്ട് തുടങ്ങണമെങ്കിൽ നമ്മൾ അത്ര പ്രീ പ്രൊഡക്ഷൻ ചെയ്തിട്ടുള്ളൂ. പിന്നെ പോകെയായിരുന്നു, ഇതിൻ്റെ ഒപ്പമായിരുന്നു പ്രീ പ്രൊഡക്ഷൻ പോയിക്കൊണ്ടിരുന്നത്. അടുത്ത ഷൂട്ട് ചെയ്യേണ്ട ഭാഗത്തിൻ്റെ ആർട്ട് വർക്ക് ആണെങ്കിലും പ്രീ പ്രൊഡക്ഷൻ അതിൻ്റെ ലുക്ക് സെറ്റിംഗ് ആണെങ്കിലും നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത് ഈ ഷൂട്ടിൻ്റെ പാരലലി ആയിരുന്നു. അങ്ങനെയാണ് ഇത് പോയിട്ടുള്ളത്. സജിൻ ഗോപുവിൻ്റെ ക്യാരക്ടറെ കുറിച്ച്, അത് ആ ഒരു ക്യാരക്ടർ എത്തുന്നത് എങ്ങനെയായിരുന്നു? അപ്പോൾ അതായത് നമ്മൾ സാധാരണ ഇപ്പം ഞാൻ സാധാരണ കണ്ടിട്ടുള്ളതെന്ന് വെച്ചാൽ ഇപ്പം ഒരു നായകൻ ഭയങ്കര എക്സെൻട്രിക് ആയിട്ടുള്ളൊരു നായകനാണെങ്കിൽ കുറച്ച് സട്ടിലായിട്ടുള്ള സൈഡ് കിക്ക് അല്ലെങ്കിൽ കൂടെയുള്ള ആളായിരിക്കും ഉണ്ടാവുക, അല്ലെങ്കിൽ വൈസ വേഴ്സ. അപ്പം എനിക്കിതിൽ രംഗയുടെ ടീം മൊത്തം ഭയങ്കര എനർജി ഉള്ള ആളുകളായിരിക്കണം, ഭയങ്കര എന്താ പറയുക, ഭയങ്കര ഓവറായിരിക്കണം എന്നുണ്ടായിരുന്നു. അപ്പം അങ്ങനെയാണ് ഈ രംഗയും അംബാനെയും ഞാൻ ഭയങ്കര ഓവറാക്കിയത്. അപ്പം എന്ന് വെച്ചാൽ ആ സൈഡ് മൊത്തം ഇങ്ങനെ നിൽക്കും, വിറച്ച് നിൽക്കും. ഇപ്പം ഇപ്പുറത്തെ കുട്ടികൾ നോക്കുമ്പോഴത്തേക്കും അപ്പുറം അവന്മാർ എല്ലാവരും പ്രാന്തന്മാരെന്ന് പറയുന്ന ഒരു ഫീല് കിട്ടണമെങ്കിൽ എല്ലാവരും അങ്ങനെ ആവണം, ഭയങ്കര അഗ്രസീവ് ആവണം, എല്ലാം ഭയങ്കര ലൗഡാണ്, ഭയങ്കര ലൗഡ് ക്യാരക്ടേഴ്സാണ്. അപ്പം അങ്ങനെയാണ് ഈ അംബാൻ്റെ ക്യാരക്ടറും അങ്ങനെ ഡിസൈൻ ചെയ്തത്. ഈ സജിൻ ഗോപുവിന് ഓൾറെഡി ഞാൻ പറഞ്ഞില്ല ഒരു വെപ്രാളമുള്ള ആളാണ്. അപ്പോൾ അവൻ്റെ വെപ്രാളത്തെ കുറച്ചുകൂടെ ഒന്ന് എക്സാജറേറ്റ് ചെയ്തിട്ടാണ് ഇതിൽ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ അംബാനായിട്ട് എന്ന് വെച്ചാൽ ഭയങ്കര സ്വാതന്ത്ര്യമുള്ള ഒരു ക്യാരക്ടറാണ്. എന്ത് തോന്നിയവാസവും പറയാം, എന്ത് തോന്നിയവാസം കാണിക്കാം. അതാണ് എനിക്കും ഭയങ്കര ഇഷ്ടമായിരുന്നു അത് ചെയ്യാനായിട്ട്. അതായത് ഈ പറഞ്ഞ ഇവരെ കൊണ്ട് എന്തും ചെയ്യിക്കാം. ഇപ്പം മറ്റേ അവിടെ നമുക്ക് അതെനിക്കൊരു എളുപ്പ വഴിയും കൂടെ ആയിരുന്നു, സൊല്യൂഷനും കൂടെ ആയിരുന്നു. അപ്പം നമ്മൾ നോക്കുമ്പോഴത്തേക്കും ഇവർ പോയിട്ട് അംബാനും ഒക്കെ പോയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടൊരു മറ്റേ ഹോളി ഫൈറ്റിൻ്റെ ടൈമിൽ ഇരിക്കാൻ വേണ്ടിയിട്ട് ബെഞ്ചിൽ കുറച്ച് ആളുകൾ ഇരിപ്പുണ്ട്. അപ്പോൾ നമ്മളത് സീൻ കൊറിയോഗ്രാഫി ചെയ്യുമ്പോൾ ഇവർ ചെല്ലുന്നു, അവിടെ ഇരിക്കുന്നു എന്നൊക്കെ പറയുന്ന പോലെ. അപ്പോൾ അവിടെ ഓൾറെഡി കുട്ടികൾ ഇരിക്കുന്നു നമ്മൾ കാണിച്ചിരുന്നു അതിന് മുന്നത്തെ സീക്വൻസിൽ. അപ്പോൾ അതെങ്ങനെ അവരെ മാറ്റുമെന്ന് ആലോചിച്ചപ്പോൾ ഭയങ്കര എളുപ്പമാണ്. അമ്പൻ ചെന്ന് എന്ന് പറയുന്നത് എല്ലാവരും എഴുന്നേറ്റ് പോകുന്നു. അപ്പോൾ അതെ, അപ്പോൾ ഇവരുടെ തോന്നിയവാസം നമുക്ക് ഭയങ്കര ഗുണം ചെയ്തു എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതുപോലെ ഈ മറ്റേ സീനും എനിക്ക് ഭയങ്കര തോക്കിന്റെ സീനും അതെ. അതുപോലെ മറ്റേ ഡ്രസ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറൂലേ, ഡ്രസ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്ന സീനൊക്കെ ആണെങ്കിലും അത് ഇവരെ കൊണ്ട് ചെയ്യിക്കാൻ പറ്റുള്ളൂ. നമുക്കൊരു സാധാരണ ക്യാരക്ടർ ആണെങ്കിൽ നമുക്ക് ഇവരെ അങ്ങനെ വെളിയിൽ വന്ന് നിൽക്കേണ്ട ആവശ്യമില്ലല്ലോ, വണ്ടിക്കത്തിരുന്നാൽ മതിയല്ലോ, അല്ലെങ്കിൽ വീട്ടിൽ പോകാമല്ലോ. ഇവരാകുമ്പോൾ അത് ചെയ്യും, ഇവർക്ക് അതൊന്നൊരു വിഷയമല്ല. അപ്പം അങ്ങനെയുള്ളൊരു സ്വാതന്ത്ര്യം എനിക്ക് ഈ ക്യാരക്ടേഴ്സ് വെച്ചിട്ട് കിട്ടി എന്നുള്ളതാണ് എനിക്ക് ഇതിൽ ഏറ്റവും ഗുണമായിട്ട് തോന്നിയിട്ടുള്ളത്. അത് ഇതില് അംബാന് ഭയങ്കര വർഷിപ്പിംഗ് ഇതാണല്ലോ. ജാനുമല്ല സജിനെ വർഷിപ്പ് അപ്പുറത്തിരിക്കുന്നത്. അങ്ങനെ ഇതുണ്ടോ? ഒരു കോളേജിൽ തന്നെ ഒരുപാട് കോമഡി ഉള്ള ഏരിയാസ് ഉണ്ട്. അപ്പോൾ ആശിഷ് വിദ്യാർത്ഥിന്റെ ആ ഒരു ഇംഗ്ലീഷിൽ വിളിച്ച് സംസാരിക്കുന്നതും അതൊക്കെ എവിടുന്നാണ് ഇത് വന്നത്, ആ ഒരു ഐഡിയ? നിങ്ങൾക്ക് അങ്ങനെ ഉണ്ടായിട്ടുണ്ട് അവരെ കോളേജിൽ? ഇല്ല, ഞങ്ങൾക്ക് അങ്ങനെ എക്സാക്ട്ലി അങ്ങനെയല്ല, എന്നാലും അതിൻ്റെയൊക്കെ ബന്ധപ്പെട്ടുള്ള കഥകളൊക്കെ ഉണ്ടായിട്ടുണ്ട് കുറച്ച് കോളേജിൽ. ഇതിൽ ഈ ഓവറായിട്ട് പെരുമാറണമെന്ന് പറയുന്നുണ്ട് ആക്ടേഴ്സിന്റെ. ഇതിന്റെ ഒരു കറക്റ്റ് മീറ്റർ പിടിക്കുന്ന എങ്ങനെയാണ്? ചിലപ്പോൾ അത് ഭയങ്കര ഓവർ ദ ടോപ്പ് ആയി കഴിഞ്ഞപ്പോൾ ഫഹദിനെ ഇങ്ങനെ തുള്ളിച്ചാടി കളിക്കുന്ന ഒരുപാട് ഇതുണ്ട്. ഇപ്പം ഒരു സിനിമ കാണുമ്പോൾ ആളുകൾക്ക് അയാൾ കുറച്ചധികം ഓവറാണെന്ന് തോന്നുവാണെങ്കിൽ അത് നമുക്ക് ഷൂട്ട് ചെയ്യുമ്പോൾ നമുക്കും തോന്നണമല്ലോ. അപ്പോൾ ഷൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഒരു കാര്യം തോന്നിയാൽ അത് നമ്മൾ ഒളിച്ചു വെച്ച് മനസ്സിലിരുന്നാൽ പോയി അത് പോവും. അപ്പം അങ്ങനെ തോന്നുന്ന കാര്യങ്ങൾ കറക്റ്റ് ചെയ്ത് തന്നെയാണ് പോയത്. അപ്പം നമുക്കപ്പോൾ തോന്നുന്നു കുറച്ച് ഓവറാണ് കുറയ്ക്കാൻ. അങ്ങനെ ആ ഒരു ജഡ്ജ്മെന്റോട്, അതല്ലാണ്ട് വേറെ മീറ്റർ ഇല്ല ഇതിന്. നമുക്കെന്ത് തോന്നുന്നു എന്നുള്ളതിനപ്പുറത്തേക്ക് ഇതിനൊരു മീറ്റർ ഇല്ല. നമുക്ക് എങ്ങനെ അളക്കാൻ പറ്റും? നമ്മൾ എവിടെ എഴുതപ്പെട്ടിട്ടില്ല ഈ ക്യാരക്ടറിന് ഇത്രയും പോകാൻ പറ്റും. അപ്പം നമ്മളൊരു ജഡ്ജ്മെന്റ് വെച്ചാൽ നമ്മൾ ഈ സിനിമ കാണുന്ന ഒരു ടോട്ടലി ഈ സിനിമ നമ്മൾ എങ്ങനെയാണ് കാണുന്നത്, ആ സിനിമയ്ക്ക് അത് ഈ ക്യാരക്ടർ വരുമ്പോൾ നമുക്ക് എന്താണ് ഫീൽ ചെയ്യുന്നത് അപ്പുറത്തേക്ക് നമുക്ക് അളക്കാൻ യാതൊരു മാർഗ്ഗമില്ല. അപ്പോൾ അങ്ങനെ ഒരു ജഡ്ജ്മെന്റിലാണ് ഇത് പോയിക്കൊണ്ടിരിക്കുന്നത്. അത് ജിത്തുവിന്റെ തന്നെ ഒരു ഇപ്പൊ നേരത്തെ പറഞ്ഞ ഇൻസ്റ്റിങ് വെച്ചിട്ട് തന്നെയാണോ? അല്ലെങ്കിൽ ഇപ്പൊ ജിത്തു ടീമിനുള്ള എല്ലാവരുടെയും ഒരു ഫീഡ്ബാക്ക് എടുത്തിട്ട് അങ്ങനെ? അല്ല, ടീമിനുള്ള ഒരു ജഡ്ജ്മെന്റ്, ഒരു തീരുമാനം എടുത്തു പോകുന്നത് ഉറപ്പായിട്ടും ഞാൻ തന്നെയായിരിക്കും. പക്ഷെ അതല്ലെങ്കിൽ നമുക്ക് ഈ സിനിമ ഒരിക്കലും മുന്നോട്ട് കൊണ്ടുപോയി തീർക്കാൻ വേണ്ടി പറ്റില്ല. നമുക്ക് ഈ ആളുകളുടെ ഇൻവോൾവ്മെന്റ് വരുന്നത് ഈ ചർച്ചയിലാണ്. അതായത് ഈ ക്യാരക്ടറിന് ഒരു സീൻ നമ്മളെപ്പോഴും ചർച്ച ചെയ്ത് ഇങ്ങനെയാണ് ആ സീൻ എന്നുള്ളത് കൺവിൻസ്ഡ് ആയിട്ടേ നമ്മൾ ഷൂട്ട് ചെയ്യുള്ളൂ.
ഷൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതെൻ്റെ ജഡ്ജ്മെൻറ്റിലേക്കാണ് വരുന്നത്. ഇത് ഇങ്ങനെയാണ്, ഇത് മതി എന്ന് തീരുമാനിക്കുന്നത് ഞാൻ തന്നെയാണ് ഉറപ്പായിട്ട്. അല്ലെങ്കിൽ ഇപ്പം ഫഹദ് വന്നിട്ട് പറയുവാണ് എനിക്ക് ഈ സീനിൽ ഒന്നുകൂടി ചെയ്താൽ കൊള്ളാമെന്നുണ്ട് എന്ന് പറഞ്ഞാൽ ഉറപ്പായിട്ട് നമ്മൾ ചെയ്യും. കാരണം നമുക്കിപ്പോൾ കാണുന്നതിലും ബെറ്ററായിട്ട് കിട്ടിയ സന്തോഷമല്ലേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ ചെയ്തിട്ടുമുണ്ട്, അങ്ങനെ പല പ്രാവശ്യം ചെയ്തിട്ടുണ്ട്. ഫഹദിന് എന്തോ കുറച്ചുകൂടെ ചെയ്യണം തോന്നി, അങ്ങനെ വീണ്ടും ചെയ്തു. അപ്പോൾ അത് കുറച്ചുകൂടെ ബെറ്റർ ആയിരുന്നു, അല്ലെങ്കിൽ ചിലപ്പോൾ പഴയത് തന്നെ വെച്ചു എന്ന് പറയുന്ന പോലെ നമ്മൾ ഒരുപാട് രീതിയിൽ ഇങ്ങനെ മാറ്റിയും തിരിച്ചും പോയിട്ടുണ്ട് ഒരുപാട് സീക്വൻസുകളിൽ. അപ്പോൾ അത് എനിക്ക് തോന്നുന്നു ഈ ചർച്ച ഭയങ്കര ഹെൽപ്ഫുള്ളായിരുന്നു. ഈ ചർച്ച എന്ന് പറയുന്നത് നമ്മൾ ശരിക്കും നമ്മൾ ആർട്ടിസ്റ്റുകളും ആയിട്ട് മാത്രമല്ല, ഞാനാണെങ്കിലും സമീർക്കയാണെങ്കിലും അശ്വിനി ആണെങ്കിലും എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും ഈ ചർച്ചയുടെ ഭാഗമാണ്. അപ്പോൾ അത് എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും കോൺട്രിബ്യൂഷൻ ഓരോ സീനിലും ഉണ്ട്. ഇപ്പം അംബാന് ഇങ്ങനത്തെ ഒരു സീനാണ് ഇങ്ങനെ ഒരു കോട്ട് കൊടുക്കാം, അല്ലെങ്കിൽ ഈ മറ്റേ ടീഷർട്ട് അണ്ണൻ്റെ പടമുള്ള ടീഷർട്ട് കൊടുക്കാം എന്ന് പറഞ്ഞ് അങ്ങനെ എല്ലാത്തിനും ആ ചർച്ച വരുമ്പോഴാണ് ഇത് വർക്കൗട്ടായി വരുന്നത്. ഈ ആക്ടേഴ്സിൻ്റെ ഒരു മൂവ്മെൻറ്റിനനുസരിച്ചിട്ടാണ് ഇപ്പോൾ ക്യാമറ മൂവ്മെൻറ്റ്സ് ഒക്കെ ഡിസൈഡ് ചെയ്യുന്നത്. ഇപ്പോൾ കുമ്പളങ്ങി നൈറ്റ്സിലൊക്കെ ഇവർ പറയുന്നുണ്ട്, അത് ആക്ടേഴ്സ് പെർഫോമൻസ് അനുസരിച്ചിട്ടാണ് ഇതിൻ്റെ എവിടെ വെക്കണം എന്നുള്ളൊരു അങ്ങനെയാണോ നിങ്ങളതിൻ്റെയൊക്കെ ഒരു സ്പേസ് കൊടുക്കുന്ന കാര്യത്തിൽ? അതിനൊരു സ്പേസ് കൊടുത്ത സീനുകളുണ്ട്, പക്ഷേ എല്ലാ സീനുകളും അങ്ങനെയാണെന്ന് പറയാൻ പറ്റില്ല. കാരണം നമ്മുടെ ലൊക്കേഷൻ അനുസരിച്ചുള്ള ലൊക്കേഷനും ഫ്രെയിമുകളും എല്ലാം ഇമ്പോർട്ടൻ്റ് ആണല്ലോ. നമ്മൾ കാണുന്ന ഫ്രെയിമുകളും ഇമ്പോർട്ടൻ്റ്. അപ്പോൾ അതിനനുസരിച്ച് കൂടെ നമുക്ക് കമ്പോസ് ചെയ്യേണ്ടി വരും. അതനുസരിച്ചും കൂടെയാണ് വർക്ക് ചെയ്തത്. എല്ലാ മേഖലയിലും കറക്റ്റായിട്ടുള്ളൊരു രീതിയിലേക്കാണ് പോയത്. അതായത് ക്യാമറയ്ക്കാണെങ്കിലും ഇപ്പോൾ ഒരു സൈഡിലേക്ക് വെച്ച് കഴിഞ്ഞാൽ നല്ലതല്ലായിരിക്കും, ചിലപ്പോൾ നല്ലതല്ലാത്ത നമ്മൾ ഷൂട്ട് ചെയ്യില്ല, നല്ലത് മാത്രമാണ് ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ അതങ്ങനെ തന്നെ ഭയങ്കര സ്ട്രിക്റ്റായിട്ട് നമ്മൾ ആദ്യമേ ഫോളോ ചെയ്തിരുന്നു. അതായത് ഒരു കളർ പാലറ്റ് ഫിക്സ് ചെയ്ത് ആ പാലറ്റിലില്ലാത്ത കളർ, ഇത്രയും ആയിരക്കണക്കിന് ആളുകളെ വെച്ച് ഷൂട്ട് ചെയ്യുന്ന സിനിമയിൽ പോലും ഈ പറഞ്ഞ പാലറ്റ് നമ്മൾ ഫോളോ ചെയ്തിരുന്നു. അതായത് നമ്മുടെ കളർ പാലറ്റിൽ അല്ലാത്ത ഡ്രസ്സ് ഇട്ട് വരുന്ന ആളുകൾ നമ്മൾ ഫ്രെയിമിൽ നിൽക്കാൻ സമ്മതിക്കില്ല. അത് ചെറിയ ദൂരെ നിൽക്കുന്ന ആളായപ്പോലും അത് മാറ്റുമായിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര കുറച്ചുകൂടെ നല്ല, അതാണ് ഒരു ടൈം എടുത്തത് ഈ സിനിമ ഷൂട്ട് ചെയ്ത് തീർക്കാനായിട്ട്. സിനിമ അത്രയും ശ്രദ്ധിച്ചാണ് ഇതിന് ഓരോ ഫ്രെയിമുകളും ഷൂട്ട് ചെയ്തിട്ടുള്ളത്. അതായത് എനിക്ക് തോന്നുന്നു ഇതിൻ്റെ പ്രൊഡ്യൂസേഴ്സിൻ്റെ കോൺട്രിബ്യൂഷനും ഇപ്പോൾ രോമാഞ്ചത്തിലായി കഴിഞ്ഞാലും ഇതിലും അങ്ങനെ ഒരു ഇതുണ്ട്. നിങ്ങൾക്ക് ആ ഒരു ഭയങ്കര സ്പേസ് ഫ്രീഡം കിട്ടി. ഉറപ്പായിട്ടും ക്രിയേറ്റീവായിട്ടുള്ള പ്രൊഡ്യൂസേഴ്സാണ്. അപ്പം അവർക്ക് ആ സ്പേസ് തരാൻ, അത് എന്തിനാണ് നമുക്ക് ആ സ്പേസ്, അല്ലെങ്കിൽ എന്തിനാണ് ആ സമയമെന്നോ എന്താണ് നമ്മൾ ചെയ്യുന്ന കാര്യം നമുക്ക് എന്തിനാണെന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന ആളുകളാണ് ഇതിൻ്റെ പ്രൊഡ്യൂസേഴ്സ്. അപ്പം അത് രോമാഞ്ചത്തിൻ്റെ ആണെങ്കിലും ശരി, ഇതിൻ്റെ ആണെങ്കിലും ശരി, എനിക്ക് ആ ഒരു ക്രിയേറ്റീവ് സ്പേസ് നന്നായിട്ട് കിട്ടിയത് ഉപയോഗിച്ചു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കറക്റ്റായിട്ട്. ജിത്തുവിൻ്റെ ഒരു തുടക്കം ശരിക്കും എങ്ങനെയാണ്? ഇപ്പം ഈ ജോൺ പോൾ ജോർജിന് അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് ഞാൻ ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്തിട്ടുള്ളത് ജോൺ പോൾ ജോർജിൻ്റെ കൂടെയാണ്. അതായത് ഗപ്പി ആണെങ്കിലും അമ്പിളി ആണെങ്കിലും 2 സിനിമകൾ ഞാൻ പുള്ളിയുടെ കൂടെയാണ് വർക്ക് ചെയ്തിട്ടുള്ളത്. ഏറ്റവും ആദ്യത്തെ എൻ്റെ സിനിമ എന്ന് പറഞ്ഞാൽ ഉട്ടോപ്പിയിലെ രാജാവാണ്, കമൽ സാറിൻ്റെ സിനിമയാണ്. അതിനുശേഷമാണ് ഗപ്പിയിലേക്ക് വരുന്നത്. അതിനുശേഷം മറഡോണയാണ് ചെയ്യുന്നത്, വിഷ്ണു നാരായണൻ ഡയറക്ട് ചെയ്തത്. അതിനുശേഷമാണ് ഞാൻ അമ്പിളി ചെയ്യുന്നത്. അമ്പിളിക്ക് ശേഷം ഇങ്ങനെ ഒരു പ്ലാൻ ഉണ്ടായിരുന്നു, ജോൺ ചേട്ടൻ്റെ പടം ഇങ്ങനെ പ്ലാൻ ചെയ്തു വരുന്നുണ്ടായിരുന്നു. പക്ഷേ അത് ഡ്രോപ്പായി, അത് ഞാൻ എൻ്റെ സിനിമയിലേക്ക് വരുമായിരുന്നു. എനിക്ക് തോന്നുന്നു ഇവരെല്ലാവരും ഈ ഭയങ്കര ഒരു എക്സ്പെരിമെൻ്റ് ചെയ്യുന്ന ഒരു എന്താ പറയുക, കംഫർട്ട് സോണിൽ നിന്ന് മാറി ചിന്തിക്കുന്ന ആൾക്കാരാണല്ലോ. ഇപ്പോൾ ഗപ്പി ആയി കഴിഞ്ഞാലും മറഡോണ ആയി കഴിഞ്ഞാലും എല്ലാവരും ആ ഒരു ഇതുണ്ടല്ലോ. അതെ അവർക്ക് കുറേ പഠിക്കാൻ പറ്റുന്നുണ്ടാവില്ല. നമ്മൾ സാഹചര്യങ്ങളെ എങ്ങനെ ഡീൽ ചെയ്യണം എന്നാണ് നമ്മൾ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് ഞാൻ വിശ്വസിക്കുന്നത് അങ്ങനെയാണ്. അതായത് നമ്മൾക്കൊരിക്കലും നമ്മുടെ ഒരു സിനിമയുടെ സ്റ്റൈലോ അല്ലെങ്കിൽ അതൊന്നും നമുക്കൊരു ഒരാളിൽ നിന്ന് പഠിക്കാൻ പറ്റില്ല. അത് നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ട സ്റ്റൈലാണ്. പക്ഷെ നമുക്ക് പഠിക്കാൻ പറ്റുന്നത് നമ്മൾക്ക് സിനിമയിൽ വരുമ്പോൾ നമുക്ക് എന്തൊക്കെ സാഹചര്യങ്ങളുണ്ടാവും, ആ സാഹചര്യങ്ങളെ എങ്ങനെ ഡീൽ ചെയ്യണം എന്നുള്ളതെല്ലാം നമുക്ക് കൃത്യമായിട്ട് പഠിക്കാൻ പറ്റും. ഏതൊക്കെ ആളുകളുമായിട്ട് നമ്മൾ എന്താ പറയുക ഇടപെടേണ്ടി വരും, ഏതൊക്കെ ടെക്നീഷ്യൻസിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം, എന്തൊക്കെയാണ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്, ഇങ്ങനെയുള്ള ഒരു ടെക്നിക്കൽ പഠനമാണ് നമുക്ക് ശരിക്കും പറഞ്ഞാൽ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് കൃത്യമായിട്ടും പറ്റുന്നത്. അപ്പോൾ അതെനിക്ക് കിട്ടിയിട്ടുണ്ടെന്നുള്ളതാണ്. കാരണം ഇത് പല സ്വഭാവമുള്ള ആൾക്കാരെ ഡീൽ ചെയ്യേണ്ട ഒരു അതെ അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അതാണ് എനിക്ക് തോന്നുന്നത് അസിസ്റ്റന്റ് ഡയറക്ടർ ആയിരിക്കുമ്പോൾ നമുക്ക് പഠിക്കാൻ പറ്റുന്നതും നമ്മൾ പഠിക്കേണ്ടതുമായിട്ടുള്ള കാര്യം അതാണ്. അത് ഞാൻ ഈ പല ഫിലിം മേക്കേഴ്സിനോട് സംസാരിക്കുമ്പോൾ ഞാൻ ചോദിക്കാറുണ്ട്. അത് പലരും ഇപ്പോൾ ചിലർ ഇൻട്രോവേർട്ടഡ് ആയിരിക്കും, ചിലർ എക്സ്ട്രോവേർട്ടഡ് ആയിരിക്കും, അങ്ങനെയുള്ള ഇതുണ്ട്. ജിത്തു പൊതുവെ എങ്ങനെയാണ്? സാധാരണ പോലെ അങ്ങനെ അത്ര എല്ലാവരോടും സോഷ്യലായിട്ട് അത് എനിക്ക് പുതിയ ആൾക്കാരുമായിട്ട് ഇടപെടാനായിട്ട് കുറച്ചൊരു ഒരു ചമ്മലൊക്കെ ഉണ്ട്. പക്ഷെ അതിനെ ഒരു ഇൻട്രോവേർട്ടൊന്നും വിളിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ശരി. ഈ ഇപ്പോൾ രംഗയുടെ ക്യാരക്ടറിലേക്ക് തിരിച്ചു വരുമ്പോഴേ എനിക്ക് ചോദിക്കേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നു. അതായത് ഇപ്പം പുള്ളി ഒരു എന്താ പറയുക ഭയങ്കര, ഇപ്പോൾ ഈ സോഷ്യൽ ഇത് പറഞ്ഞപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത്. ഭയങ്കര സോഷ്യലായിട്ട് നിൽക്കുന്ന ആളാണ്, കുറേ ആൾക്കാർ പുള്ളിക്ക് ചുറ്റുമുണ്ട്. പക്ഷെ അറ്റ് ദ സെയിം ടൈം പുള്ളിക്ക് എത്ര ബന്ധങ്ങളാണ് ജെനുവിൻ എന്നുള്ളൊരു കാര്യത്തിൽ വരുന്നത്. പുള്ളിക്ക് സ്നേഹിക്കപ്പെടാനുള്ളൊരു ഭയങ്കര ഒരു ആഗ്രഹമുണ്ടല്ലോ.
ആ ഒരു എലമെന്റ് അത് നിങ്ങൾ അതിൽ ചിന്തിച്ചിട്ടായിരുന്നു. ഇപ്പം ഇയാളെ ഭയക്കുന്നതിനേക്കാളും കൂടുതൽ ആൾക്കാർക്ക് ഇയാളെ സ്നേഹിക്കണം എന്നുള്ളൊരു അല്ല, അതാണ് സിനിമ. ആ അതായത് ഇയാളുടെ ഈ ക്യാരക്ടറിന്റെ ഈ ആഗ്രഹമാണ് സിനിമയുടെ ക്ലൈമാക്സിൽ നമ്മൾ പറഞ്ഞു വെക്കുന്നത്. ഇപ്പോൾ തുടക്കത്തിൽ പോലും സ്ക്രിപ്റ്റിൻ്റെ തുടക്കത്തിലാണെങ്കിലും സിനിമയുടെ തുടക്കത്തിലാണെങ്കിലും ആളുകൾ ചോദിച്ചു ഇയാൾ എന്തിനാണ് ഇവരോട് ഇത്ര പെട്ടെന്ന് കമ്പനി ആവുന്നത് എന്നൊരു ഡൗട്ട് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ആ ഡൗട്ടിൻ്റെ ആൻസറാണ് ഇത്. ഇയാളുടെ മനസ്സ് ഇതിന് വെബുവാണ് എന്ന് പറഞ്ഞ എന്താ പറയുക, ഒരു കരയിൽ വിഷമിക്കുന്ന ഗ്യാങ്സ്റ്റർ എന്നൊക്കെ പറയുന്ന ഒരു ബേസിക് കൺസെപ്റ്റാണത്. അത് എനിക്ക് തോന്നുന്നത് ആർക്കാണെങ്കിലും ഏത് ഫീൽഡിലാണെങ്കിലും തോന്നാവുന്ന ഒരു കാര്യമാണ്. അതായത് വർക്കുമായിട്ട് ബന്ധപ്പെട്ട് മാത്രം കുറേ ആളുകളുമായിട്ട് സ്ഥിരമായിട്ട് സമ്പർക്കത്തിൽ ഇരിക്കുന്ന ഏതൊരാൾക്കും, അതായത് നമ്മളിപ്പം എനിക്ക് ഒരു കാര്യമില്ലാത്തൊരു ബന്ധം വേണം. അതായത് ബന്ധം കൊണ്ട് മാത്രം സംസാരിക്കുന്ന ഒരാൾ വേണ്ടേ. ഇപ്പം ജോലിയായിട്ട് ബന്ധപ്പെട്ട് മാത്രം നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും നമ്മൾ സാധാരണക്കാരുമായിട്ട് ഒരു ബന്ധമില്ല എന്ന് പറയുന്ന ഒരു കോമൺ ഒരു നോർമൽ പ്രശ്നമാണ് അയാൾക്കുള്ളത്. അത് അങ്ങനെ തന്നെയാണ്. അത് അയാൾക്ക് ഭയങ്കര കൂടുതൽ വിഷമമായിരിക്കും. കാരണം അയാളുടെ ചെറുപ്പത്തിൽ ട്രോമ, അയാളുടെ ചേട്ടൻ അയാളെ ചതിച്ച് അമ്മ ഇറങ്ങിപ്പോയി എന്നൊക്കെ പറയുന്നത് അയാൾക്കുള്ള ചെറുപ്പം ഉണ്ടാകുന്ന ട്രോമയുണ്ട്. അപ്പോൾ അതും കൂടെ കൂടിയിട്ടാണ് ഈ കാര്യം വിശ്വാസമില്ലാണ്ടാവും, എന്നെ എല്ലാവരും പറ്റിക്കുന്നു എന്നൊക്കെയുള്ള ഒരു പ്രശ്നങ്ങളെല്ലാം അതിൽ നിന്ന് വരുന്നതാണ്. അപ്പോൾ കൂടെയുള്ള ആളുകളിൽ പോലും അംബാന്റെ സ്നേഹം അയാൾ പൂർണ്ണമായിട്ട് തിരിച്ചറിഞ്ഞിട്ടുണ്ടോ എന്ന് നമ്മൾ പറയുന്നില്ല. ഏറ്റവും കൂടുതൽ അതെ, അംബാന്റെ ഒക്കെ സ്നേഹം കാണുന്ന ആൾക്കാർക്ക് മനസ്സിലായി, എന്നിട്ട് രംഗയ്ക്ക് മനസ്സിലായില്ല. അതൊക്കെയാണ് പുള്ളിയുടെ കുറവുകളും പ്രശ്നങ്ങളും എല്ലാം. അതായത് ഈ പറഞ്ഞ സിനിമയിൽ ഞാൻ ഒരിക്കലും ഒരു ക്യാരക്ടറും പൂർണ്ണമായിട്ടും നല്ല ആളോ ഒന്നും ആക്കിയിട്ടില്ല. എല്ലാവർക്കും അവരുടേതായ പ്രശ്നങ്ങളുള്ള ആളുകളാണ്. എല്ലാവരും റോങ് ആണ്. ഈ അജു ബിബി ശാന്തൻ ഇവന്മാർ ഭയങ്കര റോങ് ആണ്. അപ്പോൾ അങ്ങനെ ആരും നല്ലതാണെന്നുള്ളൊരു ഫീൽ ഈ സിനിമയിൽ കൊടുത്തിട്ട് എല്ലാം ഒരുപാട് മോശപ്പെട്ട ആളുകളുടെ ഒരു സിനിമയാണ് ആവേശം. ഇതിന്റെ ഒരു സീക്വൽ പോസിബിലിറ്റി രോമാഞ്ചത്തിന് പോലെ ഇതിനങ്ങനെ ആലോചിക്കാൻ പരിപാടി അല്ല, ഈ ക്യാരക്ടർ എവിടെ വേണേലും പ്ലേസ് ചെയ്യാവുന്ന ഒരു ക്യാരക്ടറാണ്. ആസ് ഓഫ് നൗ എൻ്റെ അടുത്ത് ഇങ്ങനെ കഥയൊന്നുമില്ല, അതങ്ങനെ വരുമോന്നും അറിയില്ല, അങ്ങനെ ഒരു പ്ലാനും ഇല്ല എനിക്ക് നിലവിൽ. പക്ഷെ എപ്പോഴെങ്കിലും അങ്ങനെ ഒരു കഥ വരികയും ആ കഥയിൽ രംഗണ്ണൻ വന്നാൽ നന്നാവും തോന്നുകയും ചെയ്യുവാണെങ്കിൽ ഉറപ്പായിട്ടും. അല്ലാതെ രംഗണ്ണന് വേണ്ടിയിട്ട് ഒരു കഥ എഴുതുമെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. ഇപ്പം നിലവിൽ അങ്ങനെ ഒരു പ്ലാൻ ഇല്ല. രോമാഞ്ചം സീക്വൽ അപ്ഡേറ്റ്? രോമാഞ്ചം സീക്വലും ഇത് തന്നെയാണ് അവസ്ഥ. എഴുതി അത് പൂർണ്ണമായിട്ടും എനിക്കൊരു തൃപ്തി വന്നിട്ട് മാത്രമേ ഉള്ളൂ അത് രോമാഞ്ചം 2 വരുന്നു എന്ന് ഉറപ്പായിട്ട് എനിക്ക് പറയാൻ പറ്റുള്ളൂ. താങ്ക് യു സോ മച്ച് ആൻഡ് കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു. GT Holidays, South India's #1 travel brand. Govi, a vernacular edutech brand, skilling everyone everywhere.